2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് വിശ്വകിരീടം നേടിക്കൊടുത്ത മലയാള താരം സഞ്ജു സാംസൺ ജന്മനാടായ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി. ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച് മലയാളികളുടെ അഭിമാനമായി മാറിയ സഞ്ജുവിന് വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പാണ് നൽകിയത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടിയായിരുന്നു സഞ്ജുവിനെ സ്വീകരിച്ചത്. നിരവധി ആരാധകരായിരുന്നു സഞ്ജുവിനായി കാത്തുനിന്നത്. വിഴിഞ്ഞത്തെ വീട്ടിലേക്കാണ് സഞ്ജു പോയത്. കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഞ്ജുവിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. ലോകകപ്പിൽ ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നെടുന്തൂണായി മാറുകയും ലോകകപ്പിലെ താരമായി മാറുകയും ചെയ്ത സഞ്ജു സാംസന് സംസ്ഥാന സർക്കാർ പ്രത്യേക സ്വീകരണം നൽകുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വീകരണം ഉൾപ്പെടെ പല ചടങ്ങുകളിലും സഞ്ജുവിന് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ സെമിയിലും പിന്നെ ഫൈനലിലും ഒടുവിൽ കിരീടത്തിലും എത്തിച്ച സഞ്ജുവിൻ്റെ തുടർച്ചയായ മത്സരങ്ങളുടെ മികവാർന്ന ഇന്നിംഗ്സുകളായിരുന്നു. ലോകകപ്പ് ആവേശം കഴിഞ്ഞതോടെ ICC ലോകകപ്പ് 11 തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ ഉൾപ്പെടെ 4 ഇന്ത്യൻ താരങ്ങളാണ് ICCയുടെ ലോകകപ്പ് 11 ഇടം നേടിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ എയ്ഡൻ മാർക്കർ നയിക്കുന്ന ടീമിനെ ഇന്ത്യൻ താരങ്ങളായ സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ എന്നീ താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ലോക നമ്പർ 1 ബാറ്ററായ അഭിഷേക് ശർമ്മയും നമ്പർ 1 ബൗളറായ വരുൺ ചക്രവർത്തിയും ലോകകപ്പിലെ മോശം ഫോം കാരണം ICCയുടെ ലോകകപ്പ് 11 സ്ഥാനം കിട്ടിയില്ല. 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ലോക ചാമ്പ്യന്മാരാക്കിയതും ടൂർണമെൻറ്റിലെ താരമായി മാറിയതും മലയാളി താരമായ സഞ്ജു സാംസണായിരുന്നു. ലോകകപ്പിലെ നിർണായകമായ അവസാന 3 മത്സരത്തിലും ബാറ്റിങ്ങിൽ ഇന്ത്യയുടെ നെടുന്തൂണായത് സഞ്ജുവായിരുന്നു. സ്ഥിരതയാർന്ന ഇന്നിംഗ്സ് കളിച്ച് ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിന് കരുത്തു പകരാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു. ലോകകപ്പ് കഴിഞ്ഞതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. നിലവിൽ ഇന്ത്യയുടെ 2020 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ്. എന്നാൽ ലോകകപ്പ് ഉൾപ്പെടെ ഇന്ത്യയുടെ സമീപകാല 2020 മത്സരങ്ങളിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യ ടീമിനെ നയിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിലും ബാറ്റിങ്ങിൽ മികച്ച സംഭാവന നൽകാൻ സൂര്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. കൂടാതെ താരത്തിൻ്റെ പ്രായം 36 വയസ്സിൽ എത്താറായി നിൽക്കെ ഇന്ത്യക്ക് പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ പ്രധാന താരമായി മാറിയ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവിൻ്റെ പിൻഗാമിയായി എത്തുമെന്നാണ് സൂചന. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ സീസണുകളിൽ തുടർച്ചയായ 5 വർഷം രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിച്ചതിൻ്റെ പരിചയസമ്പത്തും സഞ്ജുവിനുണ്ട്. ലോകകപ്പിലെ മികച്ച പ്രകടനവും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും പരിഗണിച്ച് ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത 2020 ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു എത്തിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്ക് ലോക കിരീടം നേടിക്കൊടുത്ത താരമെന്ന നിലയിൽ സഞ്ജുവിന് കിട്ടുന്ന വലിയ അംഗീകാരം തന്നെയാകും. കൂടാതെ സഞ്ജു ആരാധകർക്കും മലയാളികൾക്കും അഭിമാന നിമിഷമായി മാറും. ഇന്ത്യയുടെ ദേശീയ ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി താരം എന്ന നേട്ടവും സഞ്ജുവിന് ലഭിക്കും. 2020 ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ താരമായി മാറിയ മലയാള താരം സഞ്ജു സാംസന് ICCയുടെ പുരസ്കാരം ലഭിച്ചേക്കാം. ലോകകപ്പിൽ 5 മത്സരങ്ങളിൽ നിന്നും 321 റൺസ് അടിച്ചുകൂട്ടിയാണ് സഞ്ജു പ്ലെയർ ഓഫ് ടൂർണമെൻറ്റ് പുരസ്കാരം നേടിയത്. അവസാനം തുടർച്ചയായ 3 മത്സരങ്ങളിൽ സഞ്ജു അർദ്ധ സെഞ്ചുറികൾ നേടിയിരുന്നു. ഇതോടെ ICCയുടെ പ്ലെയർ ഓഫ് മന്ത് പുരസ്കാരം മലയാള താരത്തിന് ലഭിക്കാനാണ് സാധ്യത. 2020 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത ലക്ഷ്യം ഏകദിന കിരീടവും ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുമാണ്. 2027 ഏകദിന ലോകകപ്പ് നടക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന ലോകകപ്പിൽ കിരീടം നേടുക എന്നതാണ് തങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്ന് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ശേഷം ഏകദിന ലോകകപ്പിനുള്ള ടീമിൻ്റെ രൂപരേഖ തയ്യാറാക്കും. IPLൽ മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാകും ഏകദിന ലോകകപ്പിനുള്ള ടീമിനെ തയ്യാറാക്കുക. ഏകദിന ലോകകപ്പിന് മുമ്പുള്ള ഏകദിന പരമ്പരയിലായിരിക്കും താരങ്ങളുടെ പരീക്ഷണം നടക്കുക. അഫ്ഗാനിസ്ഥാനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും ജൂണിൽ 3 ഏകദിന മത്സരങ്ങളടങ്ങുന്ന ഏകദിന പരമ്പര ഇന്ത്യ കളിക്കുന്നുണ്ട്. സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നീ താരങ്ങൾ ഇന്ത്യയുടെ ഏകദിന ടീമിലെ പ്രധാന താരങ്ങൾ തന്നെയാണ്. 2020 ലോകകപ്പിന് പുറമെ ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് ടീമിലും ഇടം പിടിക്കുക എന്നത് മലയാളി താരമായ സഞ്ജു സാംസന് അഗ്നിപരീക്ഷ തന്നെയാകും. ഏകദിന ലോകകപ്പിന് പിന്നാലെ 2028 നടക്കുന്ന ഒളിമ്പിക്സിൽ സ്വർണം നേടുക എന്നതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മറ്റൊരു ലക്ഷ്യം. ഈ ഒരു കാര്യം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വ്യക്തമാക്കി കഴിഞ്ഞു.